الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين هم لأماناتهم وعهدهم راعون. സഹോദരന്മാരെ സഹോദരികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ റബ്ബിന്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൽ പകർത്തി ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ്, വസിയ്യത്ത് ചെയ്യപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്ന് ഓർമ്മിപ്പിക്കുന്നു. നാം ഏവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന അവന്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കുവാനും ഈ ലോകത്തോട് വിട പറയുവാനും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. വിശുദ്ധ ഖുർആനിലെ 23-ാമത്തെ അധ്യായം അൽ മുഅ്മിനൂൻ, അതിലെ 8-ാമത്തെ ഒരു ചെറിയ വചനമാണ് ഞാൻ നിങ്ങളെ ഓതിക്കേൾപ്പിച്ചത്. ഈ അധ്യായത്തിൽ അഥവാ സൂറത്തുൽ മുഅ്മിനൂനിലെ ആദ്യത്തെ 11 വചനങ്ങളിൽ സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ പദവി, നമ്മളൊക്കെ സാധാരണ പറയാറുള്ള ജന്നാത്തുൽ ഫിർദൗസ്, അത് നേടിയെടുക്കുന്ന ആ സ്വർഗീയ സൗഭാഗ്യം അനന്തരാവകാശമായി ലഭിക്കുന്ന, ഉന്നത വിജയം നേടുന്ന, പരലോകത്ത് ഏറ്റവും കൂടുതൽ ഉന്നതന്മാരായി മാറുന്ന സത്യവിശ്വാസികളുടെ 6ഓളം സ്വഭാവങ്ങൾ എണ്ണിപ്പറയുന്ന വചനങ്ങളാണ് ആദ്യത്തെ 11 വചനം. അതിൽ 5-ാമതായി പറയുന്ന വചനമാണത് വല്ലദീനഹും ലി അമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ. അവർ അവരെ വിശ്വസിച്ചേൽപ്പിച്ചതും അവരുടെ കരാറുകളും പാലിക്കുന്നവരായിരിക്കും എന്നാണ് അതിന്റെ സാരം. ബാക്കി കാര്യങ്ങൾ, നമസ്കാരത്തിൽ ഭക്തിയുള്ളവർ, അനാവശ്യ കാര്യങ്ങളിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവർ, സക്കാത്ത് നൽകുന്നവർ, ലൈംഗിക വിശുദ്ധി കാത്തു സംരക്ഷിക്കുന്നവർ, നമസ്കാരങ്ങളിൽ കൃത്യനിഷ്ഠയും സൂക്ഷ്മതയും പാലിക്കുന്നവർ എന്നാണ് ബാക്കി 5 കാര്യങ്ങൾ പറയുന്നത്. അതിൽ 5-ാമത്തെ കാര്യമായിട്ട് പറഞ്ഞതാണ് അമാനത്തും അഹ്ദും.
നമ്മൾ ഈ അമാനത്ത് എന്ന വാക്ക് തിരിച്ച് നമ്മൾ മലയാളത്തിൽ അനാമത്ത് എന്ന് നമ്മൾ പറയാറുണ്ട്. ആശയം ഏതാണ്ട് ഒന്ന് തന്നെയാണ്. ഇതേ ആശയം തന്നെ വിശുദ്ധ ഖുർആനിലെ 70-ാം അധ്യായമായ സൂറത്തുൽ മആരിജ് സഅല സായിലും ബിഅദാബിൻ വാഖിഅ എന്ന് തുടങ്ങുന്ന അധ്യായം, അതിലെ 23 മുതൽ 35 വരെയുള്ള വചനങ്ങളിലും ഈ പറഞ്ഞ വിശേഷണങ്ങളും സവിശേഷതകളും കൂടാതെ മറ്റു കുറെ കാര്യങ്ങളും കൂടി പറഞ്ഞുകൊണ്ടുള്ള വചനങ്ങളാണ്. അതിലും ഇതേ വാചകം ഒരു വാക്ക് പോലും മാറാതെ വല്ലദീനഹും ലിഅമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ എന്ന് നമുക്ക് കാണാം. അതിൽ പ്രതിപാദിച്ചിട്ടുള്ള മറ്റു കാര്യങ്ങൾ, നമസ്കാരത്തിൽ സ്ഥിരനിഷ്ഠയുള്ളവർ, തങ്ങളുടെ സമ്പത്തിൽ നിന്ന് ചോദിച്ചു വരുന്നവർക്കും അവകാശം തടയപ്പെട്ടവർക്കും ഉപജീവനം തടയപ്പെട്ടവർക്കും നിശ്ചിത അവകാശം നൽകുന്നവർ, പ്രതിഫല ദിനത്തെ സത്യപ്പെടുത്തുന്നവർ, അള്ളാഹുവിന്റെ ശിക്ഷയെ അങ്ങേയറ്റം ഭയപ്പെടുന്നവർ, ലൈംഗിക സദാചാരം പാലിക്കുന്നവർ, വിശ്വസിച്ചേൽപ്പിച്ച കാര്യങ്ങളും ഉടമ്പടികളും പാലിക്കുന്നവർ. അതാണ് വല്ലദീനഹും ലിഅമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ എന്ന് പറഞ്ഞത്. പിന്നെ സാക്ഷ്യങ്ങൾ, ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി സാക്ഷി നിന്നാൽ അതിൽ യാതൊരു ചാഞ്ചല്യവും വരാതെ ശരിയായ നിലയിൽ നിർവഹിച്ചു പോകുന്നവർ, വീണ്ടും നമസ്കാരങ്ങളിൽ സൂക്ഷ്മത പാലിക്കുന്നവർ. ഇത്രയും സ്വഭാവ ഗുണങ്ങൾ, മൂല്യങ്ങൾ, ധാർമ്മികമായ മൂല്യങ്ങൾ, സദാചാരപരമായ കാര്യങ്ങൾ, പിന്നെ സൽക്കർമ്മങ്ങൾ, സ്വർഗത്തിന് അവകാശിയാകുന്ന സ്വഭാവങ്ങൾ എണ്ണിപ്പറഞ്ഞ കൂട്ടത്തിൽ എടുത്ത് 2 പ്രാവശ്യം വിശുദ്ധ ഖുർആൻ ഈ സ്വഭാവം എടുത്തു പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് ഇത്തിരി ഗൗരവമുള്ളതാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് സൂചിപ്പിച്ചത്. നമസ്കാരത്തെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്, സക്കാത്ത് കൊടുക്കുന്നതിൽ ശ്രദ്ധിക്കാറുണ്ട്, അള്ളാഹുവിനെ ഭയപ്പെടുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കാറുണ്ട്, ഇതൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇതിൽ നമ്മൾ ഒന്നുകിൽ അശ്രദ്ധ, അല്ലെങ്കിൽ അവഗണന, അല്ലെങ്കിൽ അത്രയൊന്നും കാര്യമില്ല എന്നുള്ള കാഴ്ചപ്പാടോട് കൂടി വേണ്ട ഗൗരവം നൽകാതെ പോകുന്ന ഒരു സ്വഭാവമാണ്. രണ്ടും കൂടി ചേർത്താ പറഞ്ഞത്. കരാറും വിശ്വസ്തത പാലിക്കലും ഒരുമിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഇത്തിരി ഗൗരവമുള്ളതാണ് എന്ന് നാം മനസ്സിലാക്കുക. ആ ഗൗരവം എന്താണ്? ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അത് കുറ്റമറ്റ നിലയിൽ നിർവഹിക്കാനുള്ള കഴിവ് മനുഷ്യർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. നമ്മളെക്കാൾ സൃഷ്ടിപ്പിൽ ഒരുപാട് അങ്ങ് മുന്നിൽ നിൽക്കുന്ന അല്ലെങ്കിൽ വലുതായി നിൽക്കുന്ന ഒന്നിനും ഈ ഒരു കഴിവ് അല്ലാഹു കൊടുത്തിട്ടില്ല. അത് മനുഷ്യന് മാത്രം നൽകിയിട്ടുള്ള കഴിവാണ്. ഒരു കാര്യം ഏൽപ്പിക്കുന്നു, ഒരാളെ വിളിച്ചിട്ട് അത് ഭംഗിയായി നിറവേറ്റുന്നു, അതിൽ വീഴ്ച വരുത്താതിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ആ കഴിവ് മറ്റെന്തിന്റെ മുമ്പിലും അല്ലാഹു സമർപ്പിച്ചിട്ട് നിഷ്കരുണം ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറയുകയും മനുഷ്യൻ ധൈര്യപൂർവ്വം ഏറ്റെടുക്കുകയും എന്നിട്ട് ആ ഏറ്റെടുത്തതിൽ വീഴ്ച വരുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ ശകാരത്തിന് വിധേയമാവുകയും ചെയ്യുന്ന ഒരു സ്വഭാവമായിട്ട് വേണം ഈ അമാനത്തിനെ അല്ലെങ്കിൽ അനാമത്തിനെ, വിശ്വസ്തതയെ നമ്മൾ കാണേണ്ടത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബ് 33-ാം അധ്യായം അതിലെ 72-ാമത്തെ വചനത്തിൽ പറയുന്നത് അമാനത്തിന്റെ ഗൗരവമാണ്. എന്താണ് അവിടെ പറയുന്നത്? ഇന്നാ അറദ്നൽ അമാനത അലസ് സമാവാതി വൽ അർദ് വൽ ജിബാൽ ഫഅബൈന അൻ യഹ്മിൽനഹാ വഅശ്ഫഖന മിൻഹാ വഹമലഹൽ ഇൻസാൻ ഇന്നഹു കാന സലൂമൻ ജഹൂലാ. ഇതിന്റെ ഗൗരവം ഈ വചനമാണ് ഉൾക്കൊള്ളുന്നത്. അതായത് അള്ളാഹു പറയുന്നു, ഇന്നാ അറദ്നൽ അമാന, അമാനത്ത് നാം കാണിച്ചു, എടുത്തു കാണിച്ചു. ആർക്കൊക്കെ? എന്തിനൊക്കെ? അല സമാവാത്, ആകാശങ്ങൾക്ക്, വൽ അർദി, ഭൂമിക്ക്, വൽ ജിബാലി, പർവ്വതങ്ങൾക്ക്, അവയുടെ ഒക്കെ മുമ്പിൽ സമർപ്പിച്ച് നിങ്ങൾ ഏറ്റെടുത്തോ എന്ന് പറഞ്ഞിട്ട് അത് ഏറ്റെടുക്കാൻ അവറ്റകളെല്ലാം വിസമ്മതിച്ചു എന്ന ഖുർആൻ പറഞ്ഞത്. കഥയല്ല, ഖുർആനിന്റെ പ്രയോഗമാണ്. ആകാശങ്ങളും ഭൂമിയും പർവ്വതങ്ങളും എല്ലാം അത് ഏറ്റെടുക്കാൻ വിസമ്മതിച്ചു എന്ന് മാത്രമല്ല, അതിനെക്കുറിച്ച് അവർ ഭയപ്പെട്ടു, പേടിച്ചു. ഞങ്ങൾ ഏറ്റെടുത്താൽ എന്ത് സംഭവിക്കും എന്നുള്ള ഒരു ഭയപ്പാട്. അങ്ങനെ ഭയപ്പെടുകയും ആ ഭയത്തിന്റെ അടിസ്ഥാനത്തിൽ അത് നിരസിക്കുകയും ചെയ്തു, അവർ വിസമ്മതിക്കുകയും ചെയ്തു. എന്നിട്ട് എന്താ സംഭവിച്ചത്? വഹമലഹൽ ഇൻസാൻ, മനുഷ്യൻ അത് ഏറ്റെടുത്തു. ഞാനും നിങ്ങളും അത് ഏറ്റെടുത്തു എന്നാ പറഞ്ഞതിന്റെ അർത്ഥം.
വഹമലഹൽ ഇൻസാൻ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചു മനുഷ്യന് മാത്രമേ അത് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാനുള്ള കഴിവുമുള്ളൂ. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്നിട്ട് ആ ഏറ്റെടുത്ത മനുഷ്യനെ കുറിച്ച് അള്ളാഹു പറഞ്ഞ ഒരു പ്രയോഗമുണ്ട്. ഇന്നൽ വഹമലഹൽ ഇൻസാൻ ഇന്നഹു കാന സലൂമൻ ജഹൂല, അവൻ കടുത്ത അക്രമിയും അങ്ങേയറ്റത്ത അവിവേകിയുമായി മാറിയിരിക്കുന്നു എന്നാണ്. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? ഏറ്റെടുത്ത ഉത്തരവാദിത്വം വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്ത് വിശ്വസിച്ചേൽപ്പിച്ച് അതിൻ്റെതായ രൂപത്തിൽ കൈകാര്യം ചെയ്ത് പോകാതെ, അങ്ങനെ കൈകാര്യം ചെയ്ത് പോയാൽ അതിന്റെ പ്രതിഫലം അല്ലാഹു നൽകും, അതിന്റെ നേട്ടം അവനുണ്ടാകും. ചെയ്യാതെ പോയാൽ ആ മനുഷ്യൻ അക്രമകാരിയാണ്, അവിവേകം പ്രവർത്തിക്കുന്നവനാണ്. അല്ലാതെ ഇത് ഏറ്റെടുത്തത് കൊണ്ട് അവൻ അക്രമകാരിയും അവിവേകിയുമായി എന്നല്ല അതിന്റെ സാരം. അത് പ്രയോഗവൽക്കരണത്തില്, അത് ജീവിതത്തിൽ കൈയാളുന്ന രംഗത്ത്, അതിനോടുള്ള ബാധ്യത നിറവേറ്റുന്ന രംഗത്ത് ദുൽമും ജഹലും സംഭവിച്ചുകൂടാ എന്നാണ് ആ പറഞ്ഞതിന്റെ സാരം എന്ന് നാം തിരിച്ചറിയുക. അപ്പൊ അതിനോടുള്ള മനോഭാവവും ഏറ്റെടുത്ത ഉത്തരവാദിത്വത്തിന്റെ നിർവഹണവും എങ്ങനെയെന്ന് നോക്കിയിട്ടാണ് അള്ളാഹു ഉചിതമായ പ്രതിഫലം നൽകുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പരാമർശത്തിന് വിധേയമാവുകയോ ചെയ്യുക എന്ന് സാരം. തന്നെയുമല്ല, ഇതുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനില് പല വചനങ്ങൾ കാണാം, പ്രവാചകന്റെ അധ്യാപനങ്ങൾ കാണാം. വിശുദ്ധ ഖുർആൻ നമുക്ക് കാണാം സൂറത്ത് നിസായിലെ 58-ാമത്തെ വചനത്തിൽ, ഇന്നല്ലാഹ, അല്ലാഹു യഅ്മുറുക്കും, നിങ്ങളോട് കൽപ്പിക്കുന്നു, അൻതു അദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹ, അമാനത്തുകൾ അതിന്റെ ആളുകൾക്ക് വീട്ടണം എന്ന് നിങ്ങളോട് അല്ലാഹു കൽപ്പിക്കുന്നു. കൽപ്പനയാണ്. അപ്പൊ അതിൽ വരുന്ന വഞ്ചനയും ചതിയും അല്ലാഹു ഇഷ്ടപ്പെടൂല. അതുകൊണ്ടാണ് നിങ്ങളോട് കൽപ്പിക്കുന്നു, അദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹ, അമാനത്തുകൾ അതിന്റെ ആൾക്കാർക്ക് ഏൽപ്പിച്ചു കൊടുക്കുക എന്ന്. വഇദാ ഹകംതും ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ എന്തെങ്കിലും വിഷയമുണ്ടായി നിങ്ങൾ തീർപ്പ് കൽപ്പിക്കുകയാണെങ്കിൽ അൻതഹ്കുമു ബിൽ അദിൽ, നീതിയിൽ അധിഷ്ഠിതമായിരിക്കണം നിങ്ങളുടെ തീരുമാനം. എന്നിട്ട് അള്ളാഹു പറയാണ്, ഇന്നല്ലാഹ നിഅമ്മാ യഅ്ദുകും ബിഹി, അള്ളാഹു നിങ്ങളോട് എത്ര നല്ല ഉപദേശമാണ് നൽകുന്നതെന്ന് വെച്ചാൽ വിശ്വസ്തത പുലർത്തുകയും നീതിപൂർവം പെരുമാറുകയും തീർപ്പ് കൽപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഏറ്റവും നല്ല കാര്യമാണ് എന്നാണ്. ആ നല്ല കാര്യമാണ് അള്ളാഹു ഉപദേശിച്ചിരിക്കുന്നത്. അള്ളാഹു കേൾക്കുന്നവനും കാണുന്നവനുമാകുന്നു എന്ന് പറഞ്ഞാണ് ആ വചനം അവസാനിപ്പിക്കുന്നത്. അവിടെ കൽപ്പനയാണ്. അപ്പം ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, വിവിധ സ്ഥലങ്ങൾ അതിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. ഒപ്പം തന്നെ ആകാശങ്ങളും ഭൂമിയും പർവ്വതങ്ങളും ഏറ്റെടുക്കാൻ തയ്യാറാകാത്തത് ഏറ്റെടുക്കുക എന്നുള്ള ഉത്തരവാദിത്വമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിൽ എന്ത് വീഴ്ച സംഭവിച്ചാലും ലലൂമും ജഹൂലുമായി പോകും എന്ന് ഓർമ്മിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഇക്കാര്യത്തിൽ അള്ളാഹുവിന്റെ കൽപ്പന കൂടി വരുന്നു എന്ന് നാം തിരിച്ചറിയുക. എന്തുകൊണ്ട്? ഇതിന് വിരുദ്ധമായി വരുന്നത് വഞ്ചനയാണ്. വിശ്വാസ വഞ്ചന എന്ന് നമ്മൾ സാധാരണ പറയും. അള്ളാഹു ഒരിക്കലും ഓർക്കില്ല. അതാണ് അതിന്റെ കാരണം. വിശുദ്ധ ഖുർആൻ വിശ്വാസികളെ വിളിച്ചുകൊണ്ട് സൂറത്തു അൻഫാലിലെ 27-ാമത്തെ വചനത്തിലൂടെ പറയുന്നുണ്ട്, വിശ്വാസികളെ, ലാ തഖൂനുല്ലാഹ വർ റസൂൽ, നിങ്ങൾ അള്ളാഹുവിനോടും റസൂലിനോടും വഞ്ചന കാണിക്കരുത്. വതഖൂനു അമാനാതിക്കും, നിങ്ങളുടെ അമാനത്തുകളോടും നിങ്ങൾ വഞ്ചന കാണിക്കരുത്. വഅൻതും തഅലമൂൻ, മനഃപൂർവം അറിഞ്ഞുകൊണ്ട് തന്നെ. ഇത് എനിക്കർഹതപ്പെട്ടതല്ല, ഇത് എനിക്കർഹതപ്പെട്ടതല്ല, അല്ലെങ്കിൽ എന്നോട് ഏൽപ്പിച്ചത് ഇങ്ങനെയല്ല, ഞാൻ ഏൽപ്പിക്കപ്പെട്ടത് ചെയ്യേണ്ടത് ഇന്ന രൂപത്തിലായിരുന്നു, അങ്ങനെ ചെയ്യാതെ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ സംഭവിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ വഞ്ചന വരുന്നു. അതൊരിക്കലും അല്ലാഹു ഇഷ്ടപ്പെടില്ല. അത് വലിയ ശിക്ഷയ്ക്ക് വിധേയമാകും എന്ന് സൂചിപ്പിക്കുന്നു. എന്താണ് ഈ അമാനത്ത് എന്ന് പറഞ്ഞാൽ? ആ വാക്കിന്റെ അർത്ഥം വിശ്വസ്തത എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നേരത്തെ ഞാൻ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ അമാനത്ത് എന്ന അറബി വാക്ക് നമ്മൾ ഒന്ന് നൂനും മീമും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നമ്മൾ പറയാറുണ്ട്. ആശയം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? ഒരാൾ മറ്റൊരാളെ വിശ്വസിച്ചേൽപ്പിക്കുന്ന എല്ലാ ഉത്തരവാദിത്വങ്ങളും ഉൾക്കൊള്ളുന്ന വാക്കാണ് ഈ അമാനത്ത് എന്നുള്ളത്. ഒരാൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്ന, വിശ്വസിച്ചേൽപ്പിക്കുന്ന എല്ലാം അത് ചിലപ്പോൾ ഒരു വാക്കായിരിക്കും, ഒരു സംസാരമായിരിക്കും, ഒരു രഹസ്യമായ കാര്യമായിരിക്കും, മറ്റൊരാൾ അറിയരുത് എന്ന് വിചാരിക്കുന്ന ഒരു കാര്യമായിരിക്കും. ആ രഹസ്യം അയാളെ പുറത്താക്കിയാലോ വിശ്വാസവഞ്ചന കാണിച്ചു, ഉറപ്പല്ലേ അക്കാര്യം?
വെറും നമ്മൾ വിചാരിക്കുന്ന സമ്പത്തിന്റെ കാര്യത്തിൽ മാത്രം, സമ്പത്ത് അതിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ വാക്ക് മുതൽ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റേണ്ടടുത്ത് വരുന്ന എല്ലാ പിന്നോട്ട് പോക്കും ഇതുമായി ബന്ധപ്പെടുന്നു എന്ന് നാം തിരിച്ചറിയുക. കാരണം ഇത് നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. നിങ്ങൾ നോക്ക്, ഈമാൻ അമാനത്ത്, ഈമാൻ അമാനത്ത് രണ്ടും ഒരൊറ്റ പദങ്ങളിൽ നിന്ന് വരുന്ന, ഒരു സ്ഥലത്ത് നിന്ന് വരുന്ന രണ്ടും. അത് നിഷ്പന്നമാകുന്നത് ഈ ഒറ്റ വാക്കിൽ നിന്നാണ്, ഈമാൻ അമാനത്ത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ ഏതെങ്കിലും സന്ദർഭത്തിൽ ഞങ്ങളോട് ഖുതുബ നിർവഹിച്ചാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രഭാഷണം നടത്തിയാൽ, പ്രസംഗിച്ചാൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു വലാ ദീന ലിമൻ ലാ അഹ്ദ ലഹു എന്ന് പറയാതെ പ്രസംഗിക്കാറില്ല എന്നാണ്. അപ്പൊ ആ വിഷയത്തിന്റെ ഗൗരവമാണ്. ആരോടാണ്? വിശ്വസ്തതയിലും കരാറുപാലനത്തിലും അതുപോലെ എന്തൊക്കെ നന്മകളുണ്ടോ ആ നന്മകൾ മുഴുവനും ആവാഹിച്ചെടുത്ത, അതിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അനുചരന്മാരോട് പ്രവാചകൻ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞിരുന്നതാണ് എന്ത്? ലാ ദീന ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു. വിശ്വസ്തതയില്ലാത്തവന്, അമാനത്ത് ഇല്ലാത്തവന് ഈമാനില്ല. അപ്പൊ ഈമാന്റെ ഒരു പ്രധാന ഘടകമാണ് അമാനത്ത് എന്ന്. അപ്പൊ വിശ്വാസവഞ്ചന കാണിച്ചാൽ അവൻ മൂമിനല്ല എന്നർത്ഥം. അതുകൊണ്ട് തന്നെയാണ് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ വിജയിക്കുന്ന വിശ്വാസികളുടെ സ്വഭാവങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ വല്ലദീനഹും ലി അമാനാതിഹിം വഅഹദിഹിം റാഊൻ എന്ന് എടുത്തെടുത്ത് പറഞ്ഞത് നിസ്സാരമായി കാണേണ്ട ഒരു കാര്യമല്ലത്. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, നമ്മുടെ സാമൂഹികമായ ഇടപാടുകളിൽ, നമ്മുടെ സാമ്പത്തികമായ ഇടപെടലുകളിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തിരുത്തിയേ തീരൂ. ഞാൻ നിസ്കരിക്കുന്നുണ്ട്, ഒന്നാമത്തെ സഫിൽ വലതുഭാഗത്ത് ഞാനുണ്ട്, ഇമാമും ജമാഅത്തും കളയാറില്ല, സുബഹി നമസ്കാരത്തിന് അവ്വൽ സഫിൽ ഞാൻ ഉണ്ടാകും. പക്ഷേ എന്റെ കരാർ എവിടെ? എന്റെ വിശ്വസ്തത എവിടെ? എന്റെ അമാനത്ത് എവിടെ? എന്റെ ഈമാനില്ലാത്ത സ്വഭാവം. ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു. പിന്നെ റസൂൽ പറഞ്ഞത് എന്താ? വലാ ദീന ലിമൻ ലാ അഹ്ദ ലഹു. കരാർ പാലിക്കാത്തവന് ദീനുമില്ല എന്നാ പറഞ്ഞത്, എന്റെ വാക്കല്ല. വലാ ദീന ലിമൻ ലാ അഹ്ദ ലഹു. കരാർ പാലിക്കാത്തവനാരോ അവന് മതവുമില്ല എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇത്ര ഗൗരവമുള്ള വിഷയമാണ്. വളരെ ലാഘവത്തോടു കൂടി നിസ്കരിച്ചും നോമ്പ് പിടിച്ചും സക്കാത്ത് കൊടുത്തും നന്മകൾ ചെയ്തും നമ്മൾ അങ്ങോട്ട് നിസ്സാരവൽക്കരിച്ച്, നോർമലൈസേഷൻ എന്ന് പറയുന്നതിന് സാധാരണ അത് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക. സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. കാരണം ഇതിനൊക്കെ നമ്മൾ മറുപടി പറയേണ്ട രംഗമാണ് പരലോകത്ത്. അപ്പൊ വിശ്വസ്തത അടക്കമുള്ള സദാചാര ധാർമ്മിക മൂല്യങ്ങൾ അള്ളാഹു സൃഷ്ടിപ്പിൽ തന്നെ നമ്മളിൽ സന്നിവേശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാ. എല്ലാ നന്മകളും സൃഷ്ടാവായ റബ്ബ് അവന്റെ സൃഷ്ടികളിൽ ഉത്കൃഷ്ട സൃഷ്ടിയായ മനുഷ്യനിൽ സന്നിവേശിപ്പിച്ചിട്ടാണ് ഇങ്ങോട്ട് വിട്ടത്. അപ്പൊ പിന്നെ പ്രവാചകന്മാർക്ക് എന്തായിരുന്നു പണി? ഈ മനുഷ്യരിൽ അള്ളാഹു സന്നിവേശിപ്പിച്ചിട്ടുള്ള നന്മകളെ വളർത്തിയെടുക്കലായിരുന്നു പ്രവാചകന്മാരുടെ പണി. അല്ല ഒരു പുതിയ കാര്യം കൊണ്ടുവന്നതല്ല. സർവ നന്മകളും ആവാഹിക്കാവുന്ന നിലയിലാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പ് നർത്ഥം. അതിൽ പ്രധാനപ്പെട്ടതാണ് ഈ പറഞ്ഞ അമാനത്തും അഹദും എന്നൊക്കെ പറയുന്ന ഈ മൂല്യങ്ങളും അതിൽ പെടുന്നു എന്ന് നാം തിരിച്ചറിയുക. പിന്നെ തന്നെയുമല്ല, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യന്റെ പ്രകൃതിയുടെ താല്പര്യങ്ങളെ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് മതത്തിന്റെ ലക്ഷ്യം. അതാണ് അവിടെ പറഞ്ഞത് ലാ ദീന ലിമൻ ലാ അഹ്ദ ലഹു എന്ന് പറഞ്ഞത്. കരാറ് പാലിക്കാത്തവന് മതമില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. തന്നെയുമല്ല, നമ്മളൊന്ന് നോക്ക്, പ്രവാചകന്മാരുടെ ഉത്തരവാദിത്വം എടുത്തു പറയുമ്പോൾ, പ്രത്യേകിച്ച് അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പരാമർശിക്കുമ്പോൾ, ആ പ്രവാചകന്റെ അനുയായികളുടെ സ്വഭാവത്തെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഒക്കെ നമ്മൾ കാണുന്ന ഒരു വാക്കുണ്ട്, മഅറൂഫ്. അംറും ബിൽ മഅറൂഫ് നഹിയുൻ അനിൽ മുൻകർ. എന്താണ് മഅറൂഫ് എന്ന് വെച്ചാൽ പരിചിതമായത് എന്നാ. മുൻകർ എന്ന് പറഞ്ഞാൽ എന്താ? അപരിചിതമായത് എന്നാ. അപ്പൊ പരിചിതമായെന്ന് വെച്ചാൽ മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ അള്ളാഹു ഊട്ടിയിട്ടുള്ളതാണ്.
ആ ഊട്ടിയിട്ടുള്ള പരിചിതമായ കാര്യങ്ങൾ നിരന്തരമായി ഉണർത്തുകയും ഓർമ്മിപ്പിക്കുകയും അതിൽ നിന്ന് വ്യതിചലിക്കരുത് എന്ന് ഉണർത്തുകയും ചെയ്തുകൊണ്ടിരിക്കലാണ് പ്രവാചകന്മാരുടെ ദൗത്യം. ആ പ്രവാചകന്മാരുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പിന്നാലെ വന്നവരുടെ ദൗത്യം അത് തന്നെയാണ്. മറ്റേത് മുൻകറാണ്, അപരിചിതമാണ്, അത് തടയുകയാണ്. അത് നമുക്ക് പറ്റിയതല്ല. അപ്പൊ ഈ മഅറൂഫിൽ പെട്ടതാണ്, മഅറൂഫിൽ പെടുന്നതാണ്, ധാർമ്മിക മൂല്യങ്ങളിൽ പെടുന്നതാണ് ഈ പറഞ്ഞതൊക്കെ. ഇതെന്താണെന്നറിയാം ഇത്ര ഗൗരവത്തോടു കൂടി പറയാൻ കാരണം, പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീർഘമായ ഒരു വചനത്തിന്റെ ആദ്യത്തിൽ നമുക്ക് കാണാം. ആ ഭാഗം മാത്രം ഞാൻ വായിക്കാം. ഇന്നൽ അമാനത നസലത് ഫീ ജിദ്രി ഖുലൂബിർ റിജാൽ. അമാനത്ത് അഥവാ വിശ്വസ്തത എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ ഹൃദയങ്ങളുടെ അടിത്തട്ടിൽ സന്നിവേശിപ്പിച്ചതാണെന്ന. എന്നിട്ട് പറയുന്നു സുമ്മ നസലൽ ഖുർആൻ ഫഅലിമു മിനൽ ഖുർആനി വഅലിമു മിനസ് സുന്ന. പിന്നെ അല്ലാഹു ഖുർആൻ അവതരിപ്പിച്ചു. അപ്പൊ ഖുർആനിൽ നിന്ന് അവരത് കൂടുതൽ പഠിച്ചു, സുന്നത്തിൽ നിന്ന് അവർ അത് മനസ്സിലാക്കുകയും ചെയ്തു എന്നാ. ഇതാണ് ഈ പറഞ്ഞത് നമ്മിൽ അങ്കുരിപ്പിച്ചിട്ടുള്ള സന്നിവേശിപ്പിച്ചിട്ടുള്ളതാണ് ഈ അമാനത്ത് അഥവാ വിശ്വസ്തത എന്നുള്ളത്. അത് നുള്ളിക്കളഞ്ഞാൽ മറുപടി പറയാതെ യാതൊരു രക്ഷയുമില്ല എന്ന് നാം തിരിച്ചറിയുക. തന്നെയുമല്ല, നേരത്തെ ഞാൻ പറഞ്ഞ ഹദീസിന്റെ അവസാന ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. കാലാന്തരത്തിൽ അമാനത്ത് ഇല്ലാതാകും. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഇന്ന കുടുംബത്തിൽ ഇന്ന പ്രദേശത്ത് ഇന്ന ഒരു വിശ്വസ്തനായ മനുഷ്യനുണ്ട് എന്ന് പറയുമ്പോൾ ആളുകൾ അയാളെ കുറിച്ച് അത്ഭുതം കൂറും. അയാൾ എത്ര ധീരനാണ്, അയാൾ എത്ര ബുദ്ധിമാനാണ്, അയാൾ എത്ര ശ്രേഷ്ഠനാണ്, വിവേകശാലിയാണ് എന്നൊക്കെ പറയും. അങ്ങനെയുള്ള ഒരാള് അഥവാ വിശ്വസ്തത അത്രത്തോളം പ്രവാചകൻ പറയുന്നുണ്ട്. കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് അത് ഉയർത്തപ്പെടും എന്നാ പറയുന്നത്. അത്ര സൂക്ഷിക്കേണ്ട സംഗതിയാണ്. നമുക്ക് എത്ര പെട്ടെന്ന് ആ സഹോദരങ്ങളെ വാക്ക് ലംഘിക്കാൻ ഒരു പ്രയാസമില്ലല്ലോ. ഒരു പ്രയാസമില്ലല്ലോ വാക്ക് ലംഘിക്കാൻ. അതാണ് ഈ പറയുന്നതിന്റെ അർത്ഥം. അതുപോലെ നമ്മളെ വിശ്വസിച്ച ഒരാളെ ചതിക്കാൻ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പൊ ആ നിലയിൽ ഇതിങ്ങനെ അങ്ങോട്ട് പോകൂന്നാ പറഞ്ഞത്. എന്നിട്ടാ പറഞ്ഞ അത് ഇങ്ങനെ ആ ഒരു കാലം വരും, അവസാനം ഇന്ന സ്ഥലത്തൊരു മനുഷ്യൻ ഉണ്ടിട്ട് അയാൾ വിശ്വസ്തനാണ് എന്ന് പറഞ്ഞു കേൾക്കും. ആ മനുഷ്യനെ കുറിച്ച് ബാക്കിയൊരു അത്ഭുതം കൂറുമെന്നാ പറഞ്ഞത്. ആ അവസ്ഥ ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ ആ മനുഷ്യനെ തേടി ആൾക്കാർ ചെല്ലുമ്പോൾ ആ മനുഷ്യനെ കുറിച്ച് അവർക്ക് കിട്ടുന്ന വിവരം എന്താ? വമാ ഫീ ഖൽബിഹി മിസ്ഖാലു ഹബ്ബത്തിൻ മിൻ ഖർദലിൻ മിൻ ഈമാൻ. ഈ പറഞ്ഞ മനുഷ്യന്റെ ഹൃദയത്തിൽ പോലും വിശ്വാസം കടുക് മണിയോളം ഉണ്ടാവില്ല. ഈ ഒരു അവസ്ഥയെ കുറിച്ചാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയത്. അപ്പം നമ്മുടെ കാലം നമുക്കറിയാം, വിശ്വാസ വഞ്ചനകളുടെ കാലം, വാഗ്ദാന ലംഘനങ്ങളുടെ കാലം. അത് ഏതിലും നമ്മൾ ഏതൊക്കെ രംഗത്തുണ്ടോ ആ രംഗങ്ങളിലെല്ലാം നമുക്ക് ഓരോന്ന് ഇന്നത് എടുത്തു പറയേണ്ട ആവശ്യമില്ല. അതിങ്ങനെ നിർവിഘ്നം നമുക്ക് കാണാനും മനസ്സിലാക്കാനും കഴിയുന്നുണ്ട്. തൊഴിലുടമയും തൊഴിലാളിയും തമ്മില്, കച്ചവടക്കാരനും ഈ സാധനങ്ങൾ വാങ്ങുന്നവരും തമ്മില്, അതുപോലെ തന്നെ സ്ഥാപന മേധാവിയും അതിന് ജോലി എടുക്കുന്നവരും തമ്മില്, ഭരണാധികാരികളും ഭരണീയരും തമ്മില്, ഉന്നതമായ പദവിയിൽ ഇരിക്കുന്നവരും പദവി ഇല്ലാത്തവരും തമ്മില്, കുടുംബത്തില് ഭാര്യ ഭർത്താക്കന്മാര് തമ്മില് എന്ന് പറഞ്ഞാൽ ചതിയുടെയും വഞ്ചനയുടെയും ഒരു ലോകം. ആ ലോകത്ത് വിശ്വസ്തത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ് റസൂല പറഞ്ഞത്. ഇന്ന സ്ഥലത്തൊരു മനുഷ്യനുണ്ടാവും എന്ന് പറയുന്ന അവസ്ഥ എന്ന് പറഞ്ഞത്. എന്നിട്ട് അയാളെ കുറിച്ച് അന്വേഷിച്ച് അവിടെ ചെല്ലുമ്പോഴോ അയാളുടെ മനസ്സിൽ പോലും ഉണ്ടാവില്ല ഈ പറയുന്ന സാധനം എന്നാ. അത്ര ഗുരുതരമായ കാലത്തെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിഷയത്തെ വളരെ ഗൗരവപൂർവ്വം നോക്കിക്കണ്ട, വിലയിരുത്തിയ പൂർവികന്മാരായ സഹാബികളുണ്ട്, പണ്ഡിതന്മാരുണ്ട്, ദാർശനികന്മാരുണ്ട്, നേതാക്കളുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വിലയിരുത്തൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റേതാണ്. ഒരുപാട് വിലയിരുത്തലുകളുണ്ട്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അസ്സലാത്തു അമാനത്തുൻ. നിങ്ങൾ നോക്കാ വാക്ക്, നമസ്കാരം അമാനത്താണ്. എന്ത്? നമസ്കാരം അമാനത്താണ്. അല്ലേ? ആണ്. ചിന്തിച്ചു നോക്കുങ്ങൾ.
ആ നമസ്കാരം എന്ന അമാനത്തിൽ നമ്മൾ കാണിക്കുന്ന ചതിയുണ്ടല്ലോ, നമസ്കരിക്കാതിരിക്കുക, ശ്രദ്ധിക്കാതിരിക്കുക, അവഗണിക്കുക, പുച്ഛിക്കുക, ഇതൊക്കെ ചെയ്ത കഴിഞ്ഞില്ലേ? എന്നുവെച്ചാൽ അതിൽ പോലും വിശ്വസ്തയോടുകൂടി ചെയ്യണം. ഞാൻ നേരത്തെ ഓതി വെച്ച സൂറത്തുൽ മുഅ്മിനൂനിലെയും സൂറത്തുൽ മആരിജിലെയും ഒക്കെ വചനങ്ങൾ നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ആ സ്വഭാവ ഗുണങ്ങൾ എണ്ണിപ്പറയുന്നതിന്റെ ആദ്യ ഭാഗത്ത് നമസ്കാരമുണ്ട്, അത് അവസാനിപ്പിക്കുന്നതിനടുത്തും നമസ്കാരമുണ്ട്, അതിന്റെ ഇടയിൽ കുറെ കാര്യങ്ങൾ പറയുകയും ചെയ്തു. നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കോളി. അപ്പൊ അത്ര ഗൗരവത്തോടു കൂടി, അത്ര ഗൗരവമുള്ളതാണ്. പിന്നെ അദ്ദേഹം പറയാണ് വൽ വുളൂ അമാനത്തുൻ, വുളൂ അമാനത്താണ് എന്നാ പറഞ്ഞു. വുളൂ ചെയ്യലേ അത് കുറ്റമറ്റ നിലയിൽ ചെയ്തില്ലെങ്കിൽ അത് കാട്ടിക്കൂട്ടലായി മാറാൻ, അത് ചതിയായി മാറും, വിശ്വാസവഞ്ചനയായി മാറും. വൽ വസ്നു അമാനത്തുൻ, തൂക്കിക്കൊടുക്കുക എന്നുള്ളത് അമാനത്താണ്. വൽ കൈലു അമാനത്തുൻ, അളന്നു കൊടുക്കുക എന്നുള്ളത് അമാനത്താണ്. അളവും തൂക്കവും അമാനത്താണ് അല്ലേ? 1 കിലോ തൂക്കി കൊടുക്കേണ്ടതിന് 900 ഗ്രാം കൊടുത്താലോ? വിശുദ്ധ ഖുർആൻ ഏറ്റവും ഗൗരവത്തോടു കൂടി പറഞ്ഞ ഒരു രംഗം അതാണ്. വൈലുൽ ലിൽ മുതഫ്ഫിഫീൻ. ഇസ്ലാം കടന്നില്ലാത്ത ഒരു രംഗമില്ല പ്രിയമുള്ളവരെ. ഏത് രംഗമുണ്ട് ഇസ്ലാം? നിസ്കാരവും നോമ്പും പള്ളിക്കുള്ളിൽ വരുമ്പോഴും മാത്രമാണ് ഇസ്ലാം എന്ന് ധരിച്ചു പോകരുത് നമ്മൾ. ഇരട്ടത്താപ്പ് കാണിക്കുന്നവർക്ക് നാശം എന്നാ പറഞ്ഞത്. ആരാണ് ആ ഇരട്ടത്താപ്പ്? ജനങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് അളന്നോ തൂക്കിയോ വാങ്ങിയാൽ പൂർണ്ണമായി എടുക്കുകയും ജനങ്ങൾക്ക് അങ്ങോട്ട് കൊടുക്കുമ്പോൾ അതിൽ ചതി കാണിക്കുകയും കുറവ് വരുത്തുകയും ചെയ്യുന്നവർ. എന്നിട്ട് ചോദിക്കുന്നത് അല്ല, റബ്ബുൽ ആലമീനായ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുന്ന ഒരു ദിവസത്തെ കുറിച്ച് ഇവർക്കൊന്നും പേടിയില്ലേ എന്നാ ചോദിച്ചത് ഖുർആൻ. അവിടെ നിസ്കാരത്തിന്റെ സ്ഥലം പറഞ്ഞെടുത്തല്ല, അളവും തൂക്കവും പറഞ്ഞെടുത്താണ് ആ ചോദ്യം. ആ ചോദ്യം ഗൗരവമുള്ളതാണ്. അത് തന്നെ അവിടെ അദ്ദേഹം പറഞ്ഞത്. പിന്നെ അദ്ദേഹം ഒരുപാട് വസ്തുക്കൾ ഇങ്ങനെ എണ്ണി പറഞ്ഞു. ഇതിൽ ഏറ്റവും ഗൗരവമുള്ളതും ഏറ്റവും ശ്രദ്ധേയമായും പോകുന്നതുമായ കാര്യം സാമ്പത്തികമായ ഇടപാടുകളാകുന്നു എന്നാണ്. അത് വളരെ ഗൗരവമുള്ള കാര്യം തന്നെയാണ്. സാമ്പത്തികമായ ഇടപാടുകൾ മതം ഏറ്റവും ഗൗരവത്തോടു കൂടി കാണുന്ന ഒരു കാര്യം. നമുക്കെന്തിനാ ആരാന്റെ സ്വത്ത്? അത് കിട്ടിയിട്ടെന്താ? എന്തിനാ? ഇവിടെ അങ്ങോട്ട് തീരൂല്ലേ നമ്മള്? ഈ നേടിയെടുക്കുന്നത് കൊണ്ട്, ആരാൻ്റെത് വെട്ടിപ്പിടിക്കുന്നത് കൊണ്ട് നമ്മൾ പോകും അങ്ങോട്ട്? ആരും തരില്ല. വെട്ടിപ്പിടിച്ചതിൽ നിന്നാവൂല. നീ ഉണ്ടാക്കിയതിൽ നിന്നുള്ള 3 കണ്ടം തുണിയെ നിനക്കുണ്ടാവൂ. അതുകൊണ്ട് നീ പോകൂ. പിന്നെ എന്തിനാരാൻ്റെത് നമുക്ക് വേണ്ട. പരലോകമാണ് ലക്ഷ്യമെങ്കിൽ, പടച്ചവനെയാണ് ഭയമെങ്കിൽ തിരുത്തേണ്ട ഒരുപാട് മേഖലകളുണ്ട് പ്രിയമുള്ളവരെ നമുക്ക്. അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാ കാര്യത്തിലും നമ്മൾ ശ്രദ്ധിക്കുക. ഈ പറഞ്ഞതിലൊക്കെ അമാനത്തിന്റെയും കരാറിന്റെയും ആ രംഗത്തെ ശ്രദ്ധിക്കാൻ നമ്മൾ ശ്രദ്ധിക്കാറില്ല. അതിന് അത്ര വലിയ വിലയൊന്നും നമ്മൾ കൊടുക്കാറില്ല. പോരാ, അതിന് വിലയുണ്ട് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അത് തന്നെയുമല്ല, ഏത് രംഗത്തും സാമ്പത്തിക ഇടപാട് പോലും തന്നെ നേതൃസ്ഥാനത്ത് വരുന്നവർ, അവരുടെ വഞ്ചന, അവരുടെ ചതി, അവരുടെ കുതികാൽവെട്ട്, അവരുടെ സ്വാർത്ഥത, ഇതൊക്കെ പ്രശ്നങ്ങളാണ്. ഇങ്ങനെയുള്ള രംഗം നോക്കുമ്പോൾ നേതാവാകാതിരിക്കലായിരിക്കും നല്ലതെന്ന് തോന്നിപ്പോകും. അത്ര ഗൗരവത്തോടു കൂടി അത് പറഞ്ഞിട്ടുള്ളത്. ഒരൊറ്റ വചനം മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലികുല്ലി ഗാദിരിൻ ലിവാഉൻ യൗമൽ ഖിയാമ. ഏതൊരു വഞ്ചകനും അവൻ ചതിയനാണ്, വഞ്ചകനാണ് എന്ന് ബാക്കിയുള്ളവർ മനസ്സിലാക്കത്തക്ക വിധം അവന്റെ ഒപ്പം ഒരു കൊടി ഉണ്ടാവുമെന്ന പരലോകത്ത്. ഹദീസാണ് കേട്ടോ ഇത്, എന്റെ സ്വന്തം അല്ലേ. എന്നിട്ട് യുർഫഉ ലഹു ബിഖദ്രി ഖദ്രിഹി, അവന്റെ വഞ്ചനയുടെ ചതിയുടെ തോതനുസരിച്ച് ആ കൊടിയുടെ ഉയരം ഉയർന്നുകൊണ്ടിരിക്കും. കുറച്ച് വഞ്ചനയാണെങ്കിൽ കൊടിയുടെ നിറം അല്ല നീളം കുറയും. ഇത്തിരിയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെയും നീളും. ഒരുപാടാണെങ്കിൽ ഏറ്റവും വലിയ കൊടി ആ വഞ്ചകന്റേതായിരിക്കും പരലോകത്ത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റുമോ? എന്നിട്ട് പറയുന്നു, അലാ അറിയണം, വലാ വാദിരിൻ അഅ്ളമ വദിറൻ മിൻ അമീരിൻ അമ്മ. നേതാവിന്റെ വഞ്ചനയേക്കാൾ
ഉയരത്തിലെത്തുന്ന കഠിനമായ ഒരു വഞ്ചനയും വേറെയില്ല. എന്തിനാ പിന്നെ നമുക്ക് ഈ നേതൃസ്ഥാനം? അതിന്റെ കൂടെ കുറ്റം പേറാൻ. നമ്മൾ നേതാവാകാൻ വേണ്ടി, നേതൃത്വം കിട്ടാൻ വേണ്ടി എന്തെല്ലാം കളികളാ നമ്മൾ കളിക്കല്? എന്തിനാണിത്? ഈ വലിയ കൊടി പിടിക്കാനോ പരലോകത്തെത്തിയിട്ട്? വെറുതെ ഞാൻ പറഞ്ഞതല്ല, നമുക്ക് ഇതിലൊന്നും വലിയ താല്പര്യമില്ല. അതങ്ങനെ നടന്നോളും. ഞാനിങ്ങനെ നിസ്കരിക്കും, നോമ്പ് പിടിക്കും, എനിക്ക് പറ്റുന്നൊക്കെ ഞാൻ ചെയ്തുകൊണ്ട് നടക്കും. ഇതിലൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ഈ ചിന്തയാണ് നമ്മളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഓർക്കണം നമ്മൾ. അവിടെയാണ് നേതൃത്വം എന്ന് പറയുന്നത്, അധികാരം എന്ന് പറയുന്നത്, നേതൃത്വം എന്ന് പറയുന്നത്, അത് കമ്മിറ്റി ആയാലും ശരി, ശാഖാ കമ്മിറ്റി ആയാലും ശരി, മണ്ഡലം കമ്മിറ്റി ആയാലും ശരി, ജില്ലാ കമ്മിറ്റി ആയാലും ശരി, സ്റ്റേറ്റ് കമ്മിറ്റി ആയാലും ശരി, സ്റ്റേറ്റിന്റെ ഭരണമായിരുന്നാലും ശരി, രാജ്യത്തിന്റെ ഭരണമായിരുന്നാലും ശരി, സ്ഥാപനത്തിന്റെ മേധാവിത്വമായിരുന്നാലും ശരി, എല്ലാം അമാനത്താണ്. എല്ലാം അമാനത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വചനമുണ്ട്. ആ മഅഖിൽ ഇബ്നു യസാർ എന്ന് പറയുന്ന സഹാബി പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് ഞാൻ കേട്ടു. ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു അധികാരം വാഴുന്നവൻ ആരോ, അവൻ ഏറ്റെടുത്ത ഉത്തരവാദിത്വത്തിൽ വഞ്ചന കാഴ്ച വീഴ്ച വരുത്തിക്കൊണ്ട് മരിച്ചു പോകുകയാണ് എങ്കിൽ, ആ പ്രജകളെ വഞ്ചിച്ചിട്ടാണ് അവൻ മരിച്ചു പോകുന്നതെങ്കിൽ അവന് സ്വർഗം ഹറാമാണെന്നാ പറഞ്ഞത്. സ്വർഗം ഹറാം. എത്ര സൂക്ഷിക്കണം, ഏതെല്ലാം രംഗത്ത് ശ്രദ്ധിക്കണം. വഞ്ചിച്ചുകൊണ്ട് തന്റെ പ്രജകളെ, തന്റെ അനുയായികളെ, തന്റെ കീഴിലുള്ള ആൾക്കാരെ വഞ്ചിച്ചുകൊണ്ടാണ് മരിച്ചു പോകുന്നതെങ്കിൽ സ്വർഗം ഹറാമാണെന്നാണ് പറഞ്ഞത്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതാണ് കേട്ടോ. ബുഖാരിയും മുസ്ലിമും ഏകോപിച്ച് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് കേട്ടോ. നിങ്ങൾ നോക്ക്. അള്ളാഹുവിൽ ആരെങ്കിലും പങ്കു ചേർത്താൽ അവന് സ്വർഗം ഹറാമാണ്. ആ വാക്കാണ് ഇവിടെ പറഞ്ഞത്. നമുക്കുണ്ടോ വല്ല ബോധവും? നമുക്കുണ്ടോ വല്ല ഗൗരവവും? ഇല്ല, ഒരു ഗൗരവവും ഇല്ല. കിട്ടാവുന്നിടത്തോളം ചതിച്ചും വഞ്ചിച്ചും കെടുകാര്യസ്ഥത കാണിച്ചും ഒക്കെ അങ്ങാടി ജീവിച്ചു പോകണം. ഇതോ അങ്ങോട്ട് പോകട്ടെ, ബാക്കി വരുമ്പോ കാണട്ടെ എന്നുള്ള മനോഭാവം. ഗൗരവമുണ്ട്, വളരെ ഗൗരവമുണ്ട്. ഉത്തരവാദിത്വങ്ങൾ എന്ന് വെച്ചാൽ ഏറെ ഗൗരവമുള്ളതാണ്. അതിന് മറുപടി പറയേണ്ടി വരും. ഇവിടെ മറുപടി പറയേണ്ടി വരും, പരലോകത്ത് മറുപടി പറയേണ്ടി വരും. പരലോകത്ത് സ്വർഗവും നരകവും അതിന്റെ ഗതിവിഗതികൾ നിർണയിക്കുന്നതിൽ വലിയ പങ്കുമുണ്ട് എന്നുള്ളത് ഇത്രയും പറഞ്ഞതിൽ നിന്ന് മനസ്സിലായെങ്കിൽ, പറയുന്ന എനിക്കും കേൾക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും എന്തെങ്കിലും ഇതിൽ നിന്ന് പോരായ്മയുണ്ട് എങ്കിൽ തിരുത്തിക്കൂടെ, നമുക്ക് മാറ്റി നിർത്തിക്കൂടെ നമുക്ക്. എന്നിട്ട് വിശ്വസ്തരായി, മറ്റുള്ളവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നവരായി മുന്നോട്ട് പോകാനുള്ള ശ്രമം നമുക്ക് നടത്തിക്കൂടെ? റഹ്മാനായ റബ്ബ് എന്നെയും നിങ്ങളെയും അതിന് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد اتقوا الله عباده. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ ആജ്ഞാനുവർത്തികളായി ജീവിക്കുവാൻ ഞാൻ ഉണർത്തുന്നു. അധികാരമായിരുന്നാലും എന്തായിരുന്നാലും അത് നൽകുന്നത് അള്ളാഹുവാണ്. സൂറ ആല ഇംറാനിലെ ഒരു പ്രാർത്ഥന നമുക്കൊക്കെ അറിഞ്ഞൂടെ? ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാഉ വതൻസിഉൽ മുൽക മിമ്മൻ തശാഉ വതുഇസ്സു മൻ തശാഉ വതുദില്ലു മൻ തശാഉ ബിയദിക്കൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഒരു പ്രാർത്ഥനയാണ്. അതും അതിന്റെ തൊട്ടടുത്തുള്ള തൂലിയുൽ ലൈല ബിന്നഹാരി എന്ന് തുടങ്ങുന്ന ഈ രണ്ട് വചനങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ
ഉത്തരം കിട്ടാതിരിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഒന്നാണ്. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടാകുമെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ പ്രാർത്ഥിക്കണം. അതിൽ അള്ളാഹു ഊന്നി പറയുന്ന ഒരു കാര്യമുണ്ട്. അള്ളാഹുവിനെ വിശേഷിപ്പിക്കുന്ന ഒരു വിശേഷമുണ്ട്, മാലിക്കുൽ മുൽക്ക്, സർവാധികാരങ്ങളുടെയും ഉടമസ്ഥൻ. എല്ലാം അവന്റെ കയ്യിലാണ്. അവൻ തീരുമാനിക്കും ആർക്ക് കൊടുക്കണം. തൂത്തിൽ മുൽക മൻ തശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് കൊടുക്കും. വതൻസിഉൽ മുൽക മിമ്മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അത് മാറ്റും, നീക്കും. വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവരെ ഇസ്സത്തിലാക്കും, നീ ഉദ്ദേശിക്കുന്നവരെ ദില്ലത്തിൽ, നിന്ദ്യതയിലാക്കും. ബിയദിക്കൽ ഖൈർ, നിന്റെ കൈകളിലൂടെയാണ് സർവ്വ നന്മയും, നീ എല്ലാത്തിനും കഴിവുള്ളവനാണ്. എന്തൊരാശയമാണ് പ്രാർത്ഥനാ വചനം. നമ്മൾ നിത്യേന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് തന്നെയാണ്. ഇന്നലെ കസേരയിലിരുന്നവൻ ഇന്ന് താഴത്ത്, ഇന്ന് താഴത്ത് നിന്നവൻ കസേരയിൽ, അധികാരത്തിൽ. ഇത് റബ്ബിന്റെ തീരുമാനമാണ്. അതുപോലെ നമുക്ക് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും അധികാരങ്ങൾ, ചെറുതാകട്ടെ വലുതാകട്ടെ, കിട്ടിയിട്ടുണ്ടെങ്കിലും റബ്ബിന്റെ തീരുമാനം തന്നെയാണ്. അത് നമ്മിൽ നിന്ന് എടുത്തു കളയാൻ റബ്ബിന് അധികം സമയമൊന്നും വേണ്ടി വരില്ല, വേഗം എടുത്തു മാറ്റാൻ കഴിയും. ഇവിടെ ഞാനിത് സൂചിപ്പിച്ച, ഞാൻ ഈ അമാനത്തും വിശ്വസ്തതയും അധികാരവും ഇതൊക്കെ തമ്മിലുള്ള ബന്ധം നമ്മൾ ഓർമ്മിപ്പിക്കേണ്ടത്. ഇപ്പോൾ ഒരു ഭരണമാറ്റം കേരളത്തിലുണ്ടായി, വിശദീകരിക്കുന്നില്ല അതിലേക്കൊന്നും. കഴിഞ്ഞ 10 വർഷക്കാലം ഒരു കൂട്ടർ ഭരിച്ചു. ജനം പറഞ്ഞു ഇനി വേണ്ട, ജനമാണ് ഇവിടുത്തെ രാജാവ്. ജനം പറയും ആര് കയറാനും ഇറങ്ങാനും. ജനത്തെ മറന്നുകൊണ്ട് ആര് പോയാലും ശരി, ജനഹിതത്തിനും ജനവിധിക്കുമെതിരായി എന്ത് നീക്കം നടത്തിയാലും ശരി, നാളെ ഖേദിക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അത്രമാത്രം ജനം വീർപ്പുമുട്ടി അങ്ങേയറ്റം സന്തോഷത്തോടു കൂടി ഏൽപ്പിക്കുമ്പോൾ, ആ ഏൽപ്പിക്കുന്നതിൽ കടിപിടി കൂടാൻ നിൽക്കാതെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ഏറ്റെടുത്തുകൊണ്ട് നയിക്കേണ്ടവനെ മനസ്സിലാക്കി മുന്നിൽ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന മാനസികാവസ്ഥ ഇല്ല എങ്കിൽ ഇതേ അനുഭവം തന്നെയായിരിക്കും. ഇപ്പൊ കയറ്റിയവര് തന്നെ താഴോട്ട് ഇറക്കും, ഉറപ്പാണ് കാര്യം. ജനാധിപത്യം എന്ന് പറയുന്ന ഒരു വലിയ സവിശേഷത ഇത് തന്നെയാണ്. നമുക്ക് തീരുമാനിക്കാം ആരെന്നെ ഭരിക്കണമെന്ന്. ഇത്രയും കാലം ഭരിച്ച ഇനി നീ വേണ്ട, ഇതാണോ അവസ്ഥ എങ്കിൽ നിങ്ങളും വേണ്ട എന്ന് പറയാൻ അധികം സമയമൊന്നും ജനങ്ങൾക്ക് വേണ്ടി വരില്ല. അതൊക്കെ ഈ പറഞ്ഞതുപോലെ അതിന്റെ രാജാധികാരം ആർക്കാണോ അവരിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കാര്യങ്ങളാണ്. ഏതായിരുന്നാലും ശരി, വലിയ പ്രതീക്ഷയോടെ എന്ന് തന്നെ ഞാൻ പറയട്ടെ, വലിയ പ്രതീക്ഷയോടെ നമ്മുടെ സംസ്ഥാനത്തിന്റെ മതേതരത്വവും അതുപോലെ തന്നെ മറ്റിവിടുത്തെ സാമുദായിക നേതാക്കൾ എന്ന് പറയുന്നവരുടെ വിഷം തുപ്പിയിട്ടുള്ള കാര്യങ്ങളെ ഒക്കെ നേരിട്ട് ഒരു നല്ല അവസ്ഥയിലേക്ക് എത്തിച്ചെങ്കിൽ ആ അവസ്ഥയിൽ തന്നെ അത് ഭംഗിയായി മുന്നോട്ട് പോകുവാനുള്ള നീക്കങ്ങളാണ് എല്ലാവരുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകേണ്ടത്. അത് തന്നെയുമല്ല, അതിൽ വരുത്തുന്ന ഏത് വീഴ്ചയും പ്രശ്നങ്ങൾ തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യയിലെ ഇതര സ്റ്റേറ്റുകളിൽ നിന്നുള്ള ഒരുപാട് റിപ്പോർട്ടുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ അതൊന്നും ഈ മെമ്പറിൽ നിന്ന് വിശദീകരിക്കുന്നില്ല. എന്നേക്കാൾ അറിയാവുന്നവരാണ്. നമ്മളുടെയൊക്കെ മനസ്സിലെ ആഗ്രഹവും പ്രാർത്ഥനയും ഏറ്റവും നല്ല നിലയിൽ അടുത്ത 5 വർഷക്കാലം ഇവിടുത്തെ എല്ലാ മനുഷ്യരെയും ചേർത്ത് നിർത്തിക്കൊണ്ടു പോകുന്ന ഒരു നല്ല ഭരണം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്തവരാണ് നമ്മൾ. അതിന് ഹാനികരമാകുന്ന നിലയിലുള്ള നീക്കങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുകയാണ് ഈ സന്ദർഭത്തിൽ. അപ്പൊ അത്തരം കാര്യങ്ങൾ, അതും ഈ അധികാരം എന്ന് പറഞ്ഞതും ഇതൊക്കെ വളരെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതും വിശ്വസിച്ചേൽപ്പിച്ചതാണ് ജനം. അടുത്ത 5 വർഷത്തേക്ക് നിങ്ങൾ ഭരിച്ചോ എന്ന് പറഞ്ഞ ഒരു അമാനത്താണ് അവരെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ അമാനത്തിൽ വീഴ്ച വരുത്തിയാൽ അത് ഇഹപര നഷ്ടമായിരിക്കും. ആരായിരുന്നാലും ശരി, എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നല്ലൊരവസ്ഥയിലേക്ക് എത്താൻ എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇന്ന് നമ്മളുടെ കളക്ഷന്റെ ദിവസമാണ്. എല്ലാ മാസത്തെയും 2ാമത്തെ വെള്ളിയാഴ്ച നമ്മൾ കളക്ഷൻ നടത്താറുണ്ട്. നമ്മുടെ റിലീഫ് ഫണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കളക്ഷനാണ്. എല്ലാ ആഴ്ചകളിലും ചെറിയ ചെറിയ തുകകൾ നിങ്ങൾ നൽകുന്നുണ്ട്. എല്ലാം അള്ളാഹു നിങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. കൂടുതൽ നന്മകൾ ചെയ്ത് അള്ളാഹുവിനോട് അടുക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ജീവിതത്തിൽ അമാനത്തും അഹദും
പാലിച്ചുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന നമ്മുടെ രോഗങ്ങളെ അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. സർവോപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അള്ളാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا